Welcome to Garam Masala, the magic spices of cooking. കപ്പ വേവിച്ചതും കാന്താരിമുളക് ചമ്മന്തിയും. ഇന്ന് നമുക്ക് കപ്പയും കാന്താരിമുളക് ചമ്മന്തിയും തയ്യാറാക്കാം. ഇത് നല്ലൊരു സ്നാക്കായും ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായും എല്ലാം സെർവ് ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ 2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വലിയ പീസാക്കി മുറിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് കപ്പയെ ചേർത്ത് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കപ്പ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമെല്ലാം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയണം. കപ്പയ്ക്ക് കയ്പുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിനെ. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഡ്രൈൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പ വേവിച്ചത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കാന്താരിമുളക് ചമ്മന്തി കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇത് കപ്പ വേവിച്ചതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനുവേണ്ടി ഒരു അമ്മിയിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പെടുക്കാം. ഇനി ഇതിലോട്ട് കാന്താരിമുളക് എടുക്കണം. 10 മുതൽ 15 വരെ കാന്താരിമുളക് എടുക്കാം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കാന്താരിമുളക് എടുക്കാം. നല്ല എരിവുണ്ടായിരിക്കുന്നതാണ് ഈ ചമ്മന്തി ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമുക്കിതിനെ നന്നായി അരച്ചെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ചെറുതായി ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടുകയില്ല. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ കാന്താരിമുളക് ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കാന്താരിമുളക് ചമ്മന്തിയും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ വേവിച്ചതും കാന്താരിമുളക് ചമ്മന്തിയും തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.